ഇനി ഞങ്ങൾ ഒരു അടിപൊളി വീട് എടുക്കാൻ വന്ന കേട്ടോ. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളും ഇതിൻ്റെ ബഡ്ജറ്റും ഒക്കെ നമുക്ക് പറയാം കേട്ടോ. ഉടമക്കാരനോട് തന്നെ ചോദിക്കാം. കുഞ്ഞുങ്ങൾ ഇതെങ്ങനെയാടാ? ഇതെങ്ങനെയാണ്? ഇത് സംഭവിച്ചാല് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇത് പലയിടത്തും ഉണ്ടാവും, പക്ഷെ എന്നാലും ഇതിപ്പോ ലിവിംഗ് റൂമാണ്. ഇപ്പൊ ഈ ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് നമുക്ക് ഇവിടുന്ന് ടി വി കാണുമ്പോ ഇപ്പൊ നല്ല ഭക്ഷണം കഴിക്കുമ്പോ നമുക്ക് ഇനി അവിടെ ഇരുന്നിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ടി വി റൊട്ടേറ്റ് ചെയ്തിട്ട് അപ്പുറത്ത് കേൾക്കാം. നമുക്ക് അപ്പുറത്തുനിന്ന് കാണാം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. അപ്പുറത്ത് പോയി നമുക്ക് ഇങ്ങനല്ലേ ഹാളിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡ്. ഇത് നമ്മളെ ഈ റൂമൊക്കെ എത്രയാണ്? ഈ റൂം വരുന്നത് 9-10. 9-10 ഈ റൂമിന്റെ സ്പേസ് വീതിയും വരുന്നത്. ഇതെന്താ വെച്ചാൽ ഇത് ഈ സോഫീസ് തന്നെ ഫെറോസിമെന്റിലാണ് ചെയ്തിട്ടുള്ളത്. ഫെറോസിമെന്റ് നമുക്ക് കുറഞ്ഞ ചെലവുള്ളൂ. ഫെറോസിമെന്റ് ഫാബ്രിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എമൗണ്ട് വരും നമുക്ക്. അപ്പൊ ഇതിൽ നമുക്ക് ചെലവ് ചുരുക്കില്ല പരിപാടിയാണത്. ഫെറോസിമെന്റിലാണ് ചെയ്യുന്നത്. നമുക്ക് മൊത്തത്തിൽ ഡോറും കാര്യം അങ്ങനെയൊക്കെ ചെയ്യാണ്ടല്ലേ വെക്കണം. പിന്നെ വെച്ചാൽ 3 റൂം, ഹാള്, അടുക്കള, സിറ്റ്, അതിനൊക്കെ ഫുള്ള് ഇതേമാതിരി ഫെറോസിമെന്റിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഏകദേശം ഒരു 24 റുപ്യന്റെ റേഞ്ചിൽ വന്നിട്ടുള്ളൂ മൊത്തത്തിൽ ഇങ്ങനെ സോഫീസിൽ അടിച്ചിട്ടുണ്ടാകും ചെയ്യാൻ. ഇത് കുറച്ച് കൂടിയ റൂമാണ്. ഇത് 12-10. 12-10 ഇത് 12. പിന്നെ 12-13 11 12 പിന്നെ ബാത്റൂം വെള്ളത്തിന്റെ സീലിംഗാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹീറ്ററിന്റെ ഇതിന്റെ കൂടിന്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ട്. ചൂടിന്റെ വെള്ളം അതിലെ വെച്ചിട്ടുള്ളത്. പിന്നെ ആളത്തെ ബാത്റൂമും റൂമത്തെ ബാത്റൂമും അടുക്കളയ്ക്ക് സപ്ലൈ ചെയ്യുന്ന വരുന്നത്. ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഈ ഇത് വെച്ചിട്ടുള്ളത് നമുക്ക് ഇനി ഇവിടെ മിറർ വരും, ഗ്ലാസ് വരും. ഗ്ലാസിന്റെ സെറ്റപ്പാണ് ഫിറ്റാക്കി ഇപ്പൊ തന്നെ സെറ്റാക്കി വെച്ചാണല്ലേ. ഇതെത്രയാണ്? ഇതൊക്കെ 3 സൈസിലാണല്ലേ. ഇത് 10-11 ഇത് നല്ല ആ സെയിം സിസ്റ്റം തന്നെ വരുന്നത്. നല്ല മിററും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്യാനുള്ളത് സെയിം സാധനം. വെച്ചിട്ട് മിറർ ഉണ്ടോ ടച്ച് ചെയ്ത് നമുക്ക് പല കളറും ആക്കാം. ടച്ചിങ് ഗ്ലാസ് എന്ന് പറയാം. ഇതെന്താ മരല്ലേ? ഇത് മരത്തിന്റെ മാതിരി ഫ്ലൈവുഡിന്റെ അതിൽ മരത്തിന്റെ ഇങ്ങനെ തോന്നിച്ച സംഭവമാണ്. സംഭവം ഇവിടെ തന്നെ അതേമാതിരി തന്നെ സീലിംഗ് മണ്ണാണ്. വെള്ളം വല്ലാതെ തെറിച്ചു പോകില്ല. സെറ്റിംഗ്സ് എടുത്താൽ കോണിന്റെ ടൈൽ ഇതുണ്ടല്ലോ. ഇത് മാർബോണൈറ്റിന്റെ മരക്കളറിന്റെ ഗുഡൻ കളറിൽ അങ്ങനെ സെറ്റ് ചെയ്താകുമ്പോ. പിന്നെ ഇത് ഇരുമ്പാണ്. നല്ല തേക്കാണല്ലേ. അത് പെയിന്റിങ്ങാര് പെയിന്റ് ചെയ്താണ്ട് സെറ്റാക്കിയാണ്. ഓപ്പൺ കിച്ചൺ. അവിടെ കർട്ടൻ. ഇവിടെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോ നമുക്ക് വേണമെങ്കിൽ കർട്ടൻ ഇങ്ങനെ. സൂപ്പർ. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഡബിളിന്റെ സിങ്കാണ്. പിന്നെ ഇത് ടാപ്പ്. ഇത് ഈ സൈഡിലേക്ക് തിരിച്ചാണ്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് വാട്ടർ കിട്ടും, കുടിവെള്ളം. പിന്നെ ഇവിടെ സെൻട്രലാക്കി നമുക്ക് ഓണാക്കി കഴിഞ്ഞാൽ മിക്സഡ് ആയി. ഇവിടെ ആക്കുമ്പോൾ സാധാ നോർമലിലെ വെള്ളം കിട്ടും. പിന്നെ നമുക്കൊന്ന് കഴിഞ്ഞാണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അത്
ഇത് പിന്നെ സാധാരണ നോർമൽ വെള്ളം നമ്മൾ കേക്കിട്ട് നിന്ന് വെള്ളം വരുമ്പോഴെന്നുണ്ടെങ്കിൽ അത് മറ്റേത് ഇത് ചുടുവെള്ളം ചുടുവെള്ളത്തിൻ്റെ അല്ലേ? അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടോ? നെയ്യുള്ള പാത്രം കൈകാനല്ലേ? പിന്നെ അടുപ്പുണ്ടാക്കിയില്ലേ ഉള്ളിലുണ്ടല്ലേ? മറ്റേ പുകയില്ല അടുപ്പാണോ? ഉണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ശരിക്ക്? ഇത് കത്തുണ്ടോ? ഷറിതാരത്തിന്റെ പണിക്കാരാണ്. ചില സ്ഥലത്തൊക്കെ അധികം സുഖമില്ല, വറക് കുറെ വേണം, കത്തി കിട്ടാൻ പാട്. അവിടെ തുറന്ന ഇങ്ങനെ. അപ്പൊ സ്റ്റീലല്ലേ ഇത്? ആ, ഇങ്ങനെ സംഭവം പുതിയ മോഡലാണോ? അത് ശരി. വലുതാ ബിരിയാണി. ഒരേ സെറ്റാക്കി വെച്ചിക്കല്ലേ? ഇനി ഡോറും പരിപാടി കുറച്ചുണ്ട് അല്ലേ? ആ, എനിക്കാക്കിയത് ഞമ്മത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇജ്ജ് പറഞ്ഞതേക്കാരല്ലേ മോഡല്? ക്യാബിനും കാര്യങ്ങളും നമ്മൾ പിന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു. നമ്മള് കറക്റ്റ് കട്ട് ചെയ്താണ്ട് കുറച്ച് ഉയരണ്ടായതുകൊണ്ട് ചളി വരച്ചിന് ഇതൊന്നും ഉണ്ടാവില്ല. ചിപ്സ് ഉണ്ടായതുകൊണ്ട് ഓൾറെഡി എന്തായാലും ഇതുണ്ടാവുമല്ലോ. ആ, അതൊക്കെ സെറ്റാക്കിയിട്ടില്ലേ? അതെ.